ഹലോ, അസ്സലാമലൈക്കും, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? അങ്ങനെ കർക്കിടക മാസം എത്തിയില്ലേ. അപ്പോൾ 1 മുതൽ ഞങ്ങൾ 7 ദിവസം വരെ കഞ്ഞി ഉണ്ടാക്കി കുടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരു രീതിക്കല്ല, 7 ദിവസം 7 രീതിക്കാണ് ഉണ്ടാക്കിയെടുക്കാറുള്ളത്. 7 ദിവസം 7 രീതിക്കാണ് കേട്ടോ ഇവിടെ കഞ്ഞി ഉണ്ടാക്കിയെടുക്കാറുള്ളത്. അപ്പോൾ ആദ്യത്തെ ദിവസം നമ്മൾ കുറേ ധാന്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള കഞ്ഞിയാണ് ഉണ്ടാക്കിയെടുക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നവരേരിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് 1/2 കിലോൻ്റെ പാക്കറ്റാണ്. അതിന് 70 രൂപയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ അത് ഒരെണ്ണം മേടിച്ചാൽ നമുക്ക് 7 ദിവസം ഇഷ്ടം പോലെ കുടിക്കാനുള്ളത് ഉണ്ടാവും. അപ്പോൾ അതാണ് ഏറ്റവും നല്ലത്. ഇനി അതില്ലെങ്കിൽ നമുക്ക് ഉണക്കല്ലേ അരി വെച്ചിട്ടും കഞ്ഞി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ നവരരി വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഞാനൊരു 1/2 കിലോൻ്റെ പാക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ മരുന്ന് കടയിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. പിന്നെ നവരരിക്ക് നല്ല ഗുണങ്ങളാണല്ലോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലത് വെച്ചിട്ട് ഉണ്ടാക്കാമല്ലോ വിചാരിച്ചിട്ടാണ്. അപ്പോൾ നവരരി എടുത്തിട്ടുണ്ട്, മുതിര എടുത്തിട്ടുണ്ട്, ചെറുപയർ, പിന്നെ ഉലുവ, പയർ, പിന്നെ കഞ്ഞിപ്പുല്ല്, ഞങ്ങളിവിടെ കഞ്ഞിപ്പുല്ല് എന്ന് പറയും. നമ്മുടെ കോറുണ്ടല്ലോ, പിന്നെ ആശാളി. അപ്പോൾ ഇതൊക്കെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ രാവിലെ വേണ്ടിട്ട് ഈ കഞ്ഞി കുടിക്കാറുള്ളത്. അപ്പോൾ ഞാൻ തലേദിവസം തന്നെ ഇത് വെള്ളത്തിലിട്ടേക്കും. നിങ്ങൾ രാത്രിയൊക്കെയാണ് കുടിക്കണമെങ്കിൽ ഉച്ചയ്ക്ക് 2 മണിക്കൊക്കെ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. 4 മണിക്കൂർ എന്തായാലും ഇത് കുതിർക്കാൻ വെക്കണം. അപ്പോൾ അത് എല്ലാം കൂടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അരിയും പയറും മുതിരയും പിന്നെ നമ്മുടെ കോറയും അങ്ങനെ എല്ലാം കൂടിയിട്ട് ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുപയർ ഇപ്പോൾ ഇടണില്ല. ചെറുപയർ രാവിലെ കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ട് നമുക്ക് വേവിച്ചെടുത്താൽ മതി. ഇതൊക്കെ അല്ലേ വേവാൻ ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉലുവ എന്തായാലും വേണമല്ലോ മരുന്ന് കഞ്ഞിയിൽ. ഇനി ഇത് നന്നായി വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. ഈ കോറയിൽ എന്തായാലും കല്ലുണ്ടാവും. അപ്പോൾ ഞാനിത് മുന്നേ തന്നെ കല്ലൊക്കെ കളഞ്ഞ് വെയിലത്തിട്ട് ഉണക്കി വെച്ചതായിരുന്നു കേട്ടോ. ഉമ്മാക്ക് കഞ്ഞി ഉണ്ടാക്കി കൊടുക്കാറുണ്ട്, ഷുഗർ ഉള്ളതുകൊണ്ട്. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഇതെല്ലാം കൂടി ഒരുമിച്ച് ഇട്ടത്. നിങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ കുറേത്തെ കല്ലൊക്കെ കളഞ്ഞിട്ട് ഇട്ടാൽ മതിയിട്ട്. ഞങ്ങളതിന് കഞ്ഞിപ്പുല്ല് എന്നാണ് പറയാറുള്ളത്. നിങ്ങളവിടെ എന്താ അതിന് പറയാറുള്ളതെന്നും കൂടി ഒന്ന് പറയണേ. ഓരോ നാട്ടിലേക്ക് ഓരോ പേരുകളാണല്ലോ. അപ്പോൾ അത് ഒരു മൺചട്ടിയിലാണ് കേട്ടോ വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത്. മൺചട്ടി നിർബന്ധമൊന്നുമില്ല, എന്നാലും മൺചട്ടിയിൽ ഇട്ട് വെക്കുമ്പോൾ നമുക്കൊരു സമാധാനമാണല്ലോ. അപ്പോൾ അതിലിട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 3-4 പ്രാവശ്യം കഴുകിയെടുക്കണം കേട്ടോ. കഴുകിയതിൻ്റെ ശേഷമാണ് ഞാനിതാ ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം. ഇത് രാവിലെ തന്നെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് വരുമൊന്നുമില്ല. അപ്പോൾ ഇത് വേഗം വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തലേദിവസം തന്നെ വെള്ളത്തിലിട്ടേക്കുന്നത്. ഇനി ഇതപ്പോൾ ചെറുപയറും കൂടി അതിന് മീതെ മൂടി വെക്കാം. അല്ലെങ്കിൽ അത് മറന്നു പോകും. രാവിലെ ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ അത് എടുക്കുമ്പോൾ അങ്ങോട്ട് കിട്ടുമല്ലോ. അപ്പോൾ അത് ഞാൻ രാവിലെ തന്നെ എണീറ്റിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആശാളിയൊക്കെയാണ് കേട്ടോ പൊന്തി വന്നേക്കുന്നത്. ഇപ്പോൾ തന്നെ ചെറിയൊരു മരുന്നിൻ്റെ മണമുണ്ട്. ആശാളിയൊക്കെ ഇട്ട കാരണമാവും നല്ലൊരു മരുന്നിൻ്റെ മണം വരുന്നുണ്ട്. ഇനി നമുക്കിതൊരു കുക്കറിൽ ഇട്ട് കൊടുക്കാം. മൺചട്ടിയിലൊക്കെ അടുപ്പിലൊക്കെ വെച്ചിട്ടാണ് ഉമ്മൊക്കെ പണ്ട് ഉണ്ടാക്കിയിരുന്നത്. ഇപ്പം നമുക്കതിന് സമയമില്ലല്ലോ. ഞാൻ കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാറുള്ളത്. ഇനി ഇതിലേക്ക് ആ ചെറുപയറും കൂടി കഴുകിയത് ഇട്ട് കൊടുക്കുക. ഒരു അരമണിക്കൂറൊക്കെ ഞാൻ ചെറുപയർ കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതാണ് കുറുന്തോട്ടി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വേര് ആ ഭാഗം മാത്രം എടുക്കണുള്ളൂ കേട്ടോ. അതിൻ്റെ ഇലൊന്നും എടുക്കണില്ല, ഇലയും തണ്ടൊന്നും എടുക്കണില്ല. ഇലയും തണ്ടൊക്കെ ഞാൻ ആൾക്കാർ എടുക്കുന്നത് യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഉമ്മ പറഞ്ഞാൽ വേണ്ട, നമുക്ക് തണ്ട് മാത്രമല്ല ആ ഒരു വേരിൻ്റെ ഭാഗം മാത്രം മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് കേട്ടോ എടുക്കുന്നത്. എനിക്കറിയില്ല എല്ലാ ഭാഗവും ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ആവശ്യമുള്ള ഭാഗം മാത്രം എടുത്തിട്ട് ഇലയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. താളിക്ക് നല്ലതാണ്, നമുക്ക് മുടി കൊഴിച്ചലിനൊക്കെ താളിയാക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെ മീതെ ഒരു മുരി പോലത്തെ സാധനം ഉണ്ട്. അപ്പോൾ അതും കൂടി കളഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ അതും കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് പണ്ടൊക്കെ അമ്മായിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരിക ചെയ്യാട്ടോ. അമ്മായി ഇത് മുന്നേ തന്നെ ഇല്ലംകെട്ടി എന്നൊക്കെ പറയില്ല, മുറിമരുന്ന്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാം കൂടി പുത്തിരിച്ചുണ്ട അങ്ങനെ കുറേ മരുന്നുകൾ ഉണ്ടാക്കി വെച്ചിട്ടാണ് കഞ്ഞി ഉണ്ടാക്കാറുള്ളത്. എനിക്കിപ്പോൾ അതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല. അത് കാരണം ഇപ്പോൾ ഞാൻ ഇത് മാത്രം അറിയുള്ളൂ, കുറുന്തോട്ടി എന്നുള്ളത് അറിയുള്ളൂ. അപ്പോൾ അത് മാത്രം പറിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കാറുള്ളത്. അപ്പോൾ കുറുന്തോട്ടി അരച്ച് അതിൻ്റെ നീരിട്ട് കൊടുത്തു. ഇനിയിപ്പോൾ ഇട്ട് കൊടുത്തത് മല്ലിയും കടുകുമാണ് കേട്ടോ. അപ്പോൾ അതും ഇതുപോലെ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇനിയിപ്പോൾ ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടിയിട്ട് ഒന്ന് കൂട്ടി യോജിപ്പിക്കുക. പച്ചമല്ലി നന്നായി കഴുകി പിന്നെ അതുപോലെ കടുകും കഴുകി വെയിലത്തിട്ട് ഉണക്കി പൊടിച്ച് വെച്ചതാണ് കേട്ടോ. എന്നിട്ട് അരിച്ചെടുത്തതാണ്. വറുത്ത മല്ലിയല്ല, പച്ചമല്ലിയാണ്. അപ്പോൾ അതും കൂടി ഒന്ന് നോക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഒരു നാളികേരം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു 3/4 ഭാഗം മതി, മുഴുവനായിട്ട് വേണ്ട. അപ്പോഴത്തേനത് നമ്മൾ കുക്കറൊക്കെ വിസിലടിച്ചിട്ടുണ്ട്. ഞാൻ 4 വിസിലാണ് കേട്ടോ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് നാളികേരം അരക്കണം. നാളികേരം പിന്നെ 2 ചെറുള്ളി പിന്നെ നല്ല ജീരകം, ചെറിയ ജീരകം ഉണ്ടല്ലോ. അപ്പോൾ അതും കുറച്ചധികം എടുത്തിട്ടുണ്ട്. ഒരു 1.5 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇനി ഇതാ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇത് ചതച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇടും, നന്നായി അരച്ചിട്ട് ഇടും കേട്ടോ. അപ്പോൾ ഞങ്ങൾ നന്നായി അരച്ചിട്ടാണ് ഇടാറുള്ളത്. അപ്പോൾ ഇതാ നാളികേരം അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതാ നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാ കുക്കർ തുറന്ന് നോക്കിയപ്പോൾ എല്ലാം വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തലേദിവസമൊക്കെ വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ നമുക്കൊരു 4 വിസിൽ അത്ര മതി. അപ്പോഴത്തേന് തന്നെ വെന്ത് വന്നിട്ടുണ്ടാവും. ചെറുപയർ നമ്മൾ മുന്നിടാത്ത ചെറുപയർ വേഗം വേവണതല്ലേ. അപ്പോൾ അതും ഇതും കൂടി ആകുമ്പോൾ അങ്ങോട്ട് ഉടഞ്ഞ് പോവും. അപ്പോൾ ചെറുപയർ നമുക്ക് കടിക്കാൻ കിട്ടണമല്ലോ.
കാണണമല്ലോ ഇത് ചെറുപയർ ഇട്ടിട്ടുണ്ടെന്നുള്ളത്. അത് കാരണമാണ് കേട്ടോ ഞാൻ ചെറുപയർ രാവിലെ ഇട്ടത്. നിങ്ങൾക്ക് രാത്രി വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ഇട്ട് കൊടുത്തോളൂ. ഇനി ആ നാളികേരത്തിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒഴിച്ച് കൊടുക്കുക. കഞ്ഞി നിങ്ങൾക്ക് കട്ടി വേണമെങ്കിൽ ആ കട്ടിക്ക് ആക്കിയാൽ മതി. കുറച്ച് ലൂസായിട്ട് വേണമെങ്കിൽ അങ്ങനെ ആക്കിയാൽ മതി കേട്ടോ. മരുന്ന് കഞ്ഞി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറച്ച് ലൂസിലാണല്ലോ ഉണ്ടാക്കിയെടുക്കാറുള്ളത്. പിന്നെ ഇത് ഇരുന്നിട്ടൊന്ന് ചെറുതായിട്ട് കട്ടിയാവുകയും ചെയ്യും. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ മൺചട്ടിയിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കുക. നാളികേരം അരച്ചതും കൂടി ഒഴിച്ചിട്ട് ഒന്ന് പതപ്പിച്ചിട്ട് എടുക്കണമല്ലോ, ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കണമല്ലോ. അപ്പോൾ അത് മൺചട്ടിയിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ആക്കി എടുക്കണത്. അപ്പോൾ അത് ആ മൺചട്ടിയിലേക്ക് എല്ലാം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ചട്ടി ചൂടായി വരുമ്പോൾ അതൊന്നും അടി പിടിക്കുമല്ലോ. പിന്നെ ഞങ്ങൾ ഈ ഒരു കഞ്ഞിയിൽ ഉപ്പിടാറില്ല കേട്ടോ. ഉപ്പിട്ടിട്ട് കുടിക്കണവരുണ്ട്. ഉമ്മ പറയും ഉപ്പിട്ട് കുടിച്ചാലേ അതിൻ്റെ ഫലം പോവുള്ളൂ എന്ന്. നമ്മൾ പ്രസവിച്ച് കിടക്കുമ്പോഴൊക്കെ മരുന്ന് കഞ്ഞിയൊക്കെ ഉണ്ടാക്കുമ്പോഴൊന്നും അതിൽ ഉപ്പിടാറില്ല. അതുപോലെ കോഴിയൊക്കെ മേടിച്ചിട്ട് മരുന്ന് ഉണ്ടാക്കൂല, അതിലും ഉപ്പിടാറില്ല കേട്ടോ. എനിക്കിപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഉണ്ടോയെന്ന് അറിയില്ല. ഇവിടെ ഞങ്ങൾക്കൊന്നും ഉപ്പിടാതാണ് ഇങ്ങനത്തെ മരുന്നുകളൊക്കെ ഉണ്ടാക്കി തരാറുള്ളത്. അത് കാരണം ഞങ്ങൾക്കത് ശീലമായി. അത് കാരണം ഞാനും ഉപ്പിടാറില്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഉപ്പൊക്കെ നിർബന്ധമുള്ളവരാണെങ്കിൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഉപ്പിട്ട് കൊടുത്തോളൂ കേട്ടോ. ഇനി ഒന്ന് താളിച്ചൊഴിക്കണം. അപ്പോൾ അത് തൂമിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ചെറിയുള്ളിയാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. വെളിച്ചെണ്ണയിലാണ് കേട്ടോ. ഇവിടെ നെയ്യ് ഇഷ്ടമല്ല. അപ്പോൾ നെയ്യ് ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ നെയ്യൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് താളിച്ചൊഴിച്ചാൽ മതി. അപ്പോൾ അതാ ഉള്ളിയൊക്കെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ആ ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ തന്നെ നല്ല മരുന്നിൻ്റെ മണം കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ മരുന്ന് മേടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര കുത്തലാണ്. എന്നാലും മേടിക്കൂട്ടെ. ഞങ്ങൾ പറഞ്ഞൂലേ 7 ദിവസം 7 മരുന്ന് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കാറുള്ളത് എന്നുള്ളത്. അപ്പോൾ അതിൽ 2 ദിവസം മരുന്ന് പുറത്തുനിന്ന് മേടിച്ചത് വെച്ചിട്ട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പിന്നെ ഒരു ദിവസം ഇല്ലങ്കിട്ടറ വേര്, നമ്മളെ മുറിമരുന്നിൻ്റെ വേര്, അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഓരോ ദിവസം. പിന്നെ പുത്തിരിച്ചുണ്ട, അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ 7 ദിവസം തികയ്ക്കാറുള്ളത്. ഓരോ ദിവസം ഓരോ മരുന്ന് വെച്ചിട്ട്. ഇനി ഇതിൽക്കൊരു ചമ്മന്തി ഉണ്ടാക്കി എടുക്കണം. അപ്പോൾ അതിന് നാളികേരം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ചെറുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇട്ട് കൊടുത്തത് നമ്മുടെ നാരങ്ങയുടെ ഇലയാണ് കേട്ടോ, നാരകത്തിൻ്റെ ഇല. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഉപ്പിട്ട് കൊടുത്തു. ഇനി ഇതാ പുളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം, ചമ്മന്തി ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂട്ടിയിട്ടാണ് കേട്ടോ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഞ്ഞി വിളമ്പിയിട്ട് കഞ്ഞി കുടിക്കാം. അപ്പോൾ വെറും വയറ്റിൽ രാവിലെ തന്നെ കുടിക്കണവരും ഉണ്ട്, അല്ലെങ്കിൽ 11 മണിയാകുമ്പോഴൊക്കെ കഴിക്കണവരും ഉണ്ട് കേട്ടോ. ഞാൻ രാവിലെ തന്നെ ഉണ്ടാക്കി വെക്കും. അപ്പോൾ ഇനി ആവശ്യമുള്ളപ്പെടുത്ത് കുടിക്കാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതുപോലെ കഞ്ഞിയുടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയണം. നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കാറുള്ളതും കൂടിയും പറയണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയണേ. ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.